ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. നോമ്പ് ലാസ്റ്റ് ആയില്ലേ? ലാസ്റ്റ് നോമ്പിന് ഇതുപോലൊരു സ്നാക്സ് ഉണ്ടാക്കി നോക്കിയേ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ. അത്രയും ടേസ്റ്റുള്ള സാധനം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ 4 ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചി 2 പച്ചമുളകും പൊടിയായി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 മുട്ട വേവിച്ചിട്ട് ഇതുപോലെ റൗണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഉപ്പും മുളകും മഞ്ഞളിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളിയും ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തതും ഇട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾ, 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് നമ്മുടെ ചിക്കൻ വേവിച്ച് വെച്ച ചിക്കനും ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മസാല റെഡി ആയിട്ടുണ്ട്. മല്ലിച്ചപ്പും പിന്നെ കരിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. അത് രണ്ടും എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അത് രണ്ടും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങും. അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് പാത്രത്തിൻ്റെ എല്ലാ സൈഡിലാവുന്നത് വരെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. അതിനുശേഷം ഒരു ചപ്പാത്തി എടുത്ത് മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇതുപോലെ വേണം വെച്ചെടുക്കാനായിട്ട്. അതിൻ്റെ മുകളിലായിട്ട് നല്ലോണം മസാലയിട്ട് പിന്നെ അടുത്ത ഒരു ചപ്പാത്തിയും അതുപോലെ തന്നെ മുട്ടക്കൂട്ടിൽ മുക്കിയിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ തന്നെ ഈ 4 ചപ്പാത്തിയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ അതിനേക്കാളും ദോശയിലാണ് ഉണ്ടാക്കുക. പക്ഷേ ഈ ചപ്പാത്തിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ ചപ്പാത്തിയിലാണ് നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൗണ്ടായിട്ട് കട്ട് ചെയ്ത മുട്ടയും വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ചപ്പാത്തിയും കൂടി ഇങ്ങനെ വെച്ച് ബാക്കിയുള്ള മുട്ടയും അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം ഇതുപോലെ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സിക്കോ അല്ല ക്യാരറ്റോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും വെച്ചിട്ട് വീണ്ടും ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി. ആകെ 20 മിനിറ്റേ വേണ്ടു. പിന്നെ ചപ്പാത്തിയൊക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടൂലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാണാനും ഭംഗിയുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി മസാല വെച്ചിട്ട് കേട്ടോ ഞാൻ രണ്ടാമത്തെ സ്നാക്സ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഈ മസാലയിലേക്ക് ഞാനൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു മുട്ട വേവിച്ചിട്ട് അത് ഇതുപോലെ പൊടിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ഇനി മസാല ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് മുട്ട വേവിച്ചിട്ട് അത് പൊടിച്ചതും പിന്നെ ഇതുപോലെ ക്യാരറ്റും ക്യാപ്സിക്കും പിന്നെ ക്യാബേജ് അതൊക്കെ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ മയോണൈസും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കെച്ചപ്പില്ലേ അതും ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കുക കേട്ടോ. അങ്ങനെ ഉള്ളി ഇതൊന്നും വഴറ്റൊന്നും വേണ്ട. ഞാൻ മസാല ബാക്കിയുള്ളതുകൊണ്ട് അതിൽ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. അതിനുശേഷം ബ്രെഡ് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ. പരത്തിയതിന് ശേഷം വേണം കേട്ടോ കട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ബ്രെഡൊക്കെ പൊടിഞ്ഞു പോകും. ഇനി ബ്രെഡിൻ്റെ സൈഡ് ഒട്ടാനായിട്ട് മൈദ കലക്കിയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ മസാല വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത്രേ പണിയുള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. ടേസ്റ്റ് പിന്നെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തായാലും ഇത് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചു നോക്കും. എന്തായാലും ഉണ്ടാക്കിയത് വെറുതെ ആവില്ല. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് അതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്, റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനായിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം ഇതുപോലെ ബ്രെഡ് ഓരോന്നായിട്ട് മുട്ടയിൽ മുക്കിയിട്ട് ഇതൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അത് നല്ലോണം ബ്രൗൺ കളറാകുമൊന്നും വേണ്ട കേട്ടോ. ലൈറ്റ് ഒന്ന് കളർ മാറിയാൽ മതി, ഒരു ഗോൾഡൻ കളർ. അപ്പോഴാണ് കാണാൻ ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.